ഇപ്പോൾ ആ പരാതിക്കാരിയായ അഞ്ച് എഫ്ഐആർ കൊച്ചി സിറ്റിയിലാണ്. അത് പരാതിക്കാരുടെ അടിസ്ഥാനത്തിലാണ്. ഒരുപാട് നന്ദിയും അഭിമാനവുമുണ്ട് ഗവൺമെൻറ്റിനോടും പിണറായി സാറിനോടും അതുപോലെ തന്നെ SIT-യോടും. SIT വന്നത് തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു നടപടി എടുത്തുകൊണ്ടാണ്. ഒത്തിരി കാരണം നമുക്ക് സത്യസന്ധമായിട്ട് SIT-യോട് പറയാൻ സാധിച്ചു എന്നാണ്. കാരണം അല്ലെങ്കിൽ ഒരു ശരിക്കും പുരുഷന്മാരോട് ഒരു സ്ത്രീ പുറത്തങ്ങനെ പറയാനൊരു പേടിയുണ്ടാവും. അത് പിന്നെ SIT DIG ഒരു മാഡവും കൂടെ ആയതുകൊണ്ട് എനിക്ക് എല്ലാം തുറന്നു പറയാനും എല്ലാം വളരെ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും എല്ലാ തെളിവുകളും അവർ ചോദിച്ചതിനെല്ലാം വളരെ ഭംഗിയായിട്ട് മറുപടി പറയാനും ഒക്കെ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവർ സത്യസന്ധമായിട്ട് അവർ ഈ കേസ് എടുത്തതിലും എനിക്ക് ഒത്തിരി അതിയായ സന്തോഷം. അതോടൊപ്പം നമ്മുടെ കേരളം രക്ഷപ്പെട്ടു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇതുപോലെ ആക്ഷൻ എടുക്കുമെന്ന് എല്ലാവർക്കും ബോധ്യം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എല്ലാ മാതാപിതാക്കളും പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ ഇത് കണ്ടിട്ട് എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും ഒരു വിദ്യാഭ്യാസം കൊടുക്കുക തന്നെ വേണം. അതായത് ഒരു സ്ത്രീക്ക് അവളോട് മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മ തന്നെയാണ്. അപ്പോൾ എല്ലാ ആൺകുട്ടികൾക്കും സ്കൂളുകൾക്കും എല്ലാം ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കണം. കാരണം പലരും അറിവില്ലാതെയാണ് പെണ്ണുങ്ങളെ വളരെ എന്താണ് ഒരു ടോയ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അതല്ല, പെണ്ണുങ്ങൾക്ക് ഈക്വൽ പരിഗണന കൊടുത്ത ശരിക്കും സ്ത്രീകൾക്ക് അവർ നല്ല ശക്തീകരിച്ച് തന്നെ അവർ ഒരു ന്യൂ ജനറേഷൻ, ഒരു നല്ലൊരു സമൂഹം, സ്ത്രീ സമൂഹം ഉണ്ടാകും. നമ്മുടെ പെൺകുട്ടികൾ നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ്. നിങ്ങൾ ആണുങ്ങളെ പോലെ തന്നെ എല്ലാ ഫീൽഡിലും അവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട വിധം റെസ്പെക്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ എടി, നീ, എടോ അങ്ങനെയൊക്കെ വിളിച്ച് അവരെ ഇതാക്കാതെ അവരെ പേരെങ്കിലും ഒന്ന് വിളിച്ച് റെസ്പെക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട മാന്യത കൊടുക്കണം. അത് നമ്മൾ വീട്ടിലെ അമ്മമാർ തന്നെ നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാരോടും മക്കളോട് ആൺകുട്ടികളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നീട് ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ ഭാര്യമാരോട് എനിക്ക് പറയാനുള്ള വാക്കതേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വേണ്ട വിധം പരിപാലിച്ചില്ലെങ്കിൽ അവരെ നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഇതുപോലെ വൃത്തികളുടെ കാര്യത്തിനൊക്കെ പുറത്തു പോകും, നിങ്ങൾ പോലും അറിയില്ല. പിന്നെ ഇതുപോലെ കേസൊക്കെ വരുമ്പോഴും FIR ഒക്കെ ഇടുമ്പോഴൊക്കെ കരഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല. കാരണം ഒരു ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് മറ്റുള്ള പെണ്ണുങ്ങളുടെ പുറകെ പോകണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഭാര്യമാരുടെ എന്തെങ്കിലും കുറവുണ്ടായിരിക്കും. ഭാര്യമാർക്ക് എന്തെങ്കിലും കുറവുണ്ടാകുമ്പോഴാണല്ലോ ഈ ഭർത്താക്കന്മാർ പുറത്ത് പോകണം, മറ്റു സ്ത്രീകളെ തേടി പോകണത്. അതെ, തീർച്ചയായിട്ടും നമുക്ക് എല്ലാ തെളിവുകളും ഉണ്ട്. എനിക്ക് ഇതുവരെ ഒരു അവസരം കിട്ടിയില്ല കേസ് കൊടുക്കാനായിട്ട്. കാരണം ഈ കേസ് കൊടുത്താൽ നമ്മുടെ പോലീസ് ഓഫീസർമാരാണെങ്കിലും നമുക്ക് നീതി നടത്തി തരണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റാതെ പോലെ അവരുടെ കയ്യിൽ വിലം കിട്ടിയതിന് തുല്യമായിരുന്നു 2008-2009 ആ കാലയളവിൽ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിയമങ്ങൾ മാറി, ഇന്ന് ജനം മാറി, ഇന്ന് ഗവൺമെൻറ് മാറി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പം അവരും റെഡിയാണ്. അവർക്കും ഫ്രീഡം, എല്ലാ ഫ്രീഡം ഉണ്ട് അവർക്ക് കേസ് എടുക്കാനും ഇല്ല. നേരത്തെ അവർക്ക് പൊളിറ്റിക്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ട് അവരും വിമർശിക്കപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലയളവിൽ നമ്മൾ എന്ത് തെളിവുണ്ടെങ്കിലും നമ്മുടെ കൂടെ സർക്കാരുണ്ട്, നമ്മുടെ കൂടെ നിയമമുണ്ട്, എല്ലാവരുടെയും കൂടെ. ഇത് സെക്ഷുവലായിട്ട് ഹരാസ് ചെയ്യപ്പെടുന്ന പെണ്ണുങ്ങൾ മാത്രമല്ല, ഇന്നലെ ഓൺലൈനിൽ കണ്ട ആണുങ്ങളെയും പീഡിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങളെയും ആരെങ്കിലും മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. കാരണം ഇത് ഒരു പാർട്ടിയും ക്രൈമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലേ? ക്രൈം എപ്പോഴും ക്രൈമാണ്. അവിടെ പാർട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒന്നും ഒരു വ്യത്യാസമില്ല. തെളിവുകൾ എന്ന് വെച്ചാൽ നമ്മൾ പോയ സ്ഥലം, നമ്മൾ ഏത് സമയത്താണ്, അതുപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ ചാറ്റിങ്ങും റെക്കോർഡിങ്സും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആരോടത്ത് ആരോടൊക്കെ ഷെയർ ചെയ്തു. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് അന്ന് 2013 ഞാൻ പ്രതികരിച്ച് കേരള കൗമുദിയിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് അന്ന് ഷെയർ ചെയ്തവരെല്ലാവരും ഇന്ന് പറയാൻ റെഡിയാണ്. അന്ന് മിന്നു പറഞ്ഞെന്നുള്ള കാര്യം സമീപിച്ചു. അവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തായിരുന്നു. തയ്യാറാണ്.
അല്ല ആരും കണ്ടില്ല, കാരണം ബാത്റൂമിൽ വെച്ചായിരുന്നു സംഭവം. അതുകൊണ്ട് ആരും ഇല്ലായിരുന്നു അവിടെ. സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലും കണ്ട ബാത്റൂം. എനിക്കൊന്ന് ഫസ്റ്റ് ഫ്ലോർ അങ്ങണ്ട്. ഞാൻ ഗ്രൗണ്ടിലാണ് ഇരുന്നത്. അവിടെ നിന്ന് അങ്ങനെ പോയപ്പം അപ്പോൾ എല്ലാവരും വർക്കിംഗ് ടൈം ആയിരുന്നു. 10-10:30 ആയിരുന്നു സമയം. അപ്പോൾ ആ ബാത്റൂമിൽ ഇപ്പോൾ ആരും ഇല്ലായിരുന്നു. ആര് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തീർച്ചയായും ഞാൻ പറയട്ടെ, പോലീസുകാർ എപ്പോഴും റെഡിയാണ്. അവർക്ക് തക്കതായ തെളിവുകളും അവരുടെ കൂടെ നിൽക്കാനും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അവർ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുവാണെങ്കിൽ അവരതിനാണല്ലോ പോലീസിൻ്റെ ജോലി തന്നെ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അവർ കൂടെ ഉണ്ടാവും. അപ്പം അല്ലാണ്ട് പൊളിറ്റിക്സിൻ്റെ സമ്മർദ്ദം അത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പോലീസുകാരനെ കൺഫ്യൂഷനാക്കിയ ആരാണ് ഇര കൂടെ ഉണ്ടെങ്കിൽ, പോലീസുകാരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ എല്ലാ സത്യസന്ധമായിട്ടും അവരിതിൽ ഈ കേസ് മുന്നോട്ട്, ആരുടെ കേസെന്നല്ല, ആരെ ഇരയാക്കപ്പെട്ടോ അവരുടെ കൂടെ നിയമം ഉണ്ടാവും, സർക്കാർ ഉണ്ടാവും. ഇപ്പോഴത്തെ നിലപാടിൽ എനിക്ക് നന്നായിട്ട് അത് ബോധ്യപ്പെട്ടു. ആ, ഉപ്പതിനൊന്നവൻ വെള്ളം കുടിക്കണം. ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ അധികാരം ഇരിക്കരുതെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി അതിലിരിക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല പുള്ളിക്കാരൻ. ഇത്രയും പുള്ളിയുടെ കാര്യമാണ് വെച്ചാൽ ഒരു സ്ത്രീ ഒരു കള്ളം പറഞ്ഞിട്ട് നമുക്കൊരു ആരോപണമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ മാത്രമല്ല, എത്ര പേരാണ് അദ്ദേഹത്തിൻ്റെ അപ്പം പുള്ളിക്കാരൻ്റെ ഇതാണ് ഒരു റെഗുലറായിട്ട് പുള്ളിയുടെ ഹോബി ആയിരിക്കാം ഇങ്ങനെ. അപ്പോൾ അത് ഒരു പൊയ്മുഖം വെച്ചിട്ട് ഒരു മാസ്ക് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ പുള്ളി ആ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ ആ പരാതിക്കാരുടെ 5 FIR ആണ് ഇവരുടെ മാത്രം മൊഴിയിൽ എടുത്തിരിക്കുന്നത്. അത് എം മുകേഷ് MLA-ക്കെതിരെ നടൻ ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെയാണ് ഇന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൊച്ചി മരട് പോലീസാണ് എം മുകേഷിനെതിരെ കേസെടുത്തത്. ഇപ്പോൾ മുകേഷിൻ്റെ തിരുവനന്തപുരത്തെ വീടിന് പരിസരത്ത് ഒരു പോലീസ് നിരീക്ഷണം എന്നൊരു വാർത്ത കൂടി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാർത്താബഹുലമാവുകയാണ്. അതങ്ങനെ വല്ലാത്ത രീതിയിലൊക്കെ പോവാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല, ഹേമ കമ്മിറ്റി ഇപ്പോഴും അൺടച്ചഡായി എന്താണെന്ന് അറിയാത്ത അവസ്ഥയിലിരിക്കുകയാണ്. അതിനെ തുടർന്ന് വരുന്ന വെളിപ്പെടുത്തലിലാണ് ഈ പറയുന്ന മൊഴി, വ്യവഹാരങ്ങൾ, കേസ്, അറസ്റ്റൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാമല്ലോ ഏത് അളവിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം.